പ്രിയമുള്ളവരെ, റജബ് മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ്. റജബ് അള്ളാഹുവിൻ്റെ മാസമാണ്. ഷഅബാൻ അത് എൻ്റെ മാസമാണ്. റമദാൻ എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി ഭൂമിയിലേക്ക് ഇറങ്ങുന്ന മാസമാണ് റജബ്. റജബ് എന്ന വാക്കിൽ തന്നെ അതുണ്ട്. റജബിലെ റാ എന്നുള്ളത് റഹ്മത്തിനെ സൂചിപ്പിക്കുന്നു. റജബിലെ ജീം ജസാഇനെ സൂചിപ്പിക്കുന്നു. റജബിലെ ബാ ബറക്കത്തിനെ സൂചിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, റഹ്മത്തുകൾ, അവൻ്റെ ഐശ്വര്യങ്ങൾ ഭൂമിയിലേക്ക് ധാരാളമായി ഇറങ്ങുന്ന മാസമാണ് റജബ്. മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് റജബുൻ ഷഹ്റുല്ലാഹ്, റജബ് അള്ളാഹുവിൻ്റെ മാസമാണ് എന്നാണ്. മാത്രമല്ല, റജബിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ പവിത്രമായ മാസമാണ്. റജബ് മാസത്തിൽ ധാരാളം അമലുകൾ ചെയ്യണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റജബ് മാസം വന്നു കഴിഞ്ഞാൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ എന്ന് ദുആ ചെയ്യായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റജബ് മാസമായി കഴിഞ്ഞാൽ ഈ ദുആഇനെ അധികരിപ്പിക്കണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, പഠിച്ചോനെ ഞങ്ങൾക്ക് റജബിലും ഷഅബാനിലും നീ ബറക്കത്ത് നൽകണമേ, റമദാൻ മാസത്തിനെ ഞങ്ങളിലേക്ക് നീ അടുപ്പിക്കണമേ. എത്രയെത്ര പവിത്രതകളാണ് റജബിനുള്ളത് എന്നറിയോ? ഒരുപാട് പവിത്രതകൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പരിശുദ്ധ റജബ് മാസത്തിനെ അള്ളാഹു തിരഞ്ഞെടുത്തത് ആദരണീയരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, മുത്തുനബിയെ അള്ളാഹു ഭൂമി കഴിഞ്ഞ് ഒന്നാനാകാശവും കഴിഞ്ഞ് രണ്ടാനാകാശവും കഴിഞ്ഞ് 7 ആകാശങ്ങളും ഭേദിച്ച് സിദ്റത്തുൽ മുൻതഹയും കഴിഞ്ഞ് അഫതുമാറൂനഹു അലാ മാ യറാ, അള്ളാഹുവിനെ കാണുന്ന സാഹചര്യം ഉണ്ടായി. ഈ യാത്രയ്ക്ക് വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്തത് റജബ് മാസമാണ്. റജബ് മാസം 27 അന്നാണ്. പവിത്രതകൾ ധാരാളം നിറഞ്ഞ മാസമാണ് റജബ്. റജബിന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. മുൻകഴിഞ്ഞ അമ്പിയാക്കളെല്ലാം റജബിനെ പ്രത്യേകം ബഹുമാനിച്ചവരായിരുന്നു. റജബ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി സംവിധാനിച്ച മാസമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, റജബ് മാസത്തിൻ്റെ നല്ല കാലത്തിനെ കളഞ്ഞു പൊളിക്കരുത്. സുഹൃതങ്ങൾ കൊണ്ട് നിറക്കണം. റജബിൽ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യണം, ഒരുപാട് ദിക്റുകൾ ചൊല്ലണം. പ്രത്യേകമായി അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ, ഈ ദിക്ർ, ഈ ദുആ ധാരാളമായി ചൊല്ലുക. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ. റജബ് ആകുമ്പോഴേക്കും റമദാനിന് വേണ്ടി തയ്യാറാവണം എന്നാണ് അതിൻ്റെ അർത്ഥം. ആലോചിച്ച് നോക്കൂ, റമദാൻ എന്ന് പറയുന്ന പവിത്രമായ മാസം മുന്നിലുണ്ട്. നമ്മളൊരു സമ്മേളനം നടക്കുമ്പോൾ, ഒരു പരിപാടി നടക്കുമ്പോൾ അതിൻ്റെ പോസ്റ്ററുകൾ അടിച്ചുകൊണ്ട് ദിവസങ്ങൾക്ക് മുമ്പേ, മാസങ്ങൾക്ക് മുമ്പേ പ്രചരിപ്പിക്കുന്നത് പോലെ റമദാൻ വരാനിരിക്കുന്നു 2 മാസം മുമ്പ് തന്നെ വിളംബരമാണ്. വബല്ലിഗ്നാ റമദാൻ, വബല്ലിഗ്നാ റമദാൻ. റമദാനിനെ അള്ളാഹു അടുപ്പിക്കണേ. വല്ലാത്ത സുഹൃതങ്ങളുടെ, പുണ്യങ്ങളുടെ പൂക്കാലം വരാൻ പോവാണ്. അതിൻ്റെ പ്രചാരണം തുടങ്ങുന്ന മാസം, റമദാനിൻ്റെ പ്രചാരണം തുടങ്ങുന്ന മാസം റജബാണ്. റജബിൽ നിങ്ങൾ ധാരാളം നോമ്പനുഷ്ഠിക്കുക. റജബിൽ നോമ്പിനെ അധികരിപ്പിക്കുന്നവന് ധാരാളം പ്രതിഫലങ്ങളുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റജബ് മാസത്തിൽ നമ്മൾ നോൽക്കുന്ന നോമ്പിന് അള്ളാഹു നൽകുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ? അവൻ ചെയ്ത സകല പാപങ്ങളും അള്ളാഹു പൊരുത്തപ്പെട്ടരും. റജബ് മാസത്തിൽ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ചെയ്ത എല്ലാ പാപങ്ങളും അള്ളാഹു മാപ്പാക്കും. ഇൻഷാ അല്ലാഹ്, അള്ളാഹു കബൂലാക്കട്ടെ. റജബ് മാസത്തിലൊക്കെ നോമ്പുകൾ അധികരിപ്പിക്കണം. പഴയ കാലത്ത് ആ സുഹൃതങ്ങളൊക്കെ ഉണ്ടായിരുന്നു. റജബ് 1 മുതൽ അങ്ങ് നോമ്പ് നോൽക്കാൻ തുടങ്ങും. റജബ് മുഴുവനും നോമ്പ് നോൽക്കും, ഷഅബാൻ മുഴുവനും നോമ്പ് നോൽക്കും, റമദാൻ മുഴുവനും നോമ്പ് നോൽക്കും. റമദാൻ ചെറിയ പെരുന്നാൾ കഴിഞ്ഞ് പിന്നീട് 6 ദിവസം കൂടി നോമ്പ് നോൽക്കും. അങ്ങനെ 96 ദിവസം നോമ്പ് നോൽക്കുന്ന സുഹൃതങ്ങൾ നിറഞ്ഞ കാലം ഉണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇബാദത്തുകൾ കൊണ്ട് നമ്മുടെ ജീവിതം സജീവമാവട്ടെ. നോമ്പുകാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പുകാരെ പറ്റി അള്ളാഹു പറഞ്ഞത്
അസ്സൗമു ലീ വ അന അജ്സീ ബിഹി. നോമ്പ് എനിക്കുള്ളതാണ്. നിങ്ങൾ ചെയ്യുന്ന അമലുകളൊക്കെ പഠിച്ചവനുള്ളത് തന്നെയാണ്. ഞാൻ നിസ്കരിക്കണതും പഠിച്ചവനാണ്, സകാത്ത് കൊടുക്കുന്നതും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്, ഹജ്ജ് ചെയ്യുന്നതും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. എങ്കിലും അള്ളാഹു പ്രധാനമായി പറയാണ് അസ്സൗമു ലീ, നോമ്പ് എനിക്കുള്ളതാണ്, വ അന അജ്സീ ബിഹി, ഞാനാണ് അതിന് കൂലെടുക്കുന്നത്, അത് എൻ്റെതാണ്, ഞാനാണ് അതിന് തരുന്നതെന്ന് പറഞ്ഞ മാതിരി അള്ളാഹു പറയാണ്. സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ടും വളരെ പവിത്രമായ മാസമാണ് റജബ്. റജബ് അള്ളാഹുവിൻ്റെ മാസമാണ്. പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന, അള്ളാഹുവിൻ്റെ റഹ്മത്തും ബറക്കത്തും ധാരാളമായി ഭൂമിയിലേക്ക് ഇറങ്ങുന്ന, അവൻ്റെ മഗ്ഫിറത്തുകൾ ഇറങ്ങുന്ന മാസമാണ്. ഈ മാസത്തിൽ ദുആ അധികരിപ്പിക്കുക, പ്രാർത്ഥനകൾ ധാരാളമാക്കുക, നോമ്പ് കഴിവിൻ്റെ പരമാവധി പെരുപ്പിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ. ഈ ദുആ തന്നെ നിങ്ങൾ ചൊല്ലുക. ഇത് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിയ ദുആയാണ്. അത് നമ്മളെ നാട്ടിലൊന്നുകൂടി കൂട്ടിയിട്ട് കേൾക്കും. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ വഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ എന്ന് കൂട്ടി തീർക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് മനസ്സിലാക്കുവാനും പ്രവർത്തിക്കുവാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.